അതുകൊണ്ടല്ലേ ഇത്ര നേരം അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്നത്. തരുന്നുണ്ട് മോളെ. ഓ, പുതിയ ഫൗണ്ടേഷൻ എടുത്തേക്കാം. അല്ലെങ്കിൽ വേണ്ട, കവർ തന്നെയാണ്. ഇവിടെ കയറി കിടക്കുന്നു. വേറെ എന്തോ ഒരു സ്ഥലമുണ്ട് ഈ വീട്ടിൽ. ഞാനിപ്പോ ചെന്നൈന്നൊക്കെ വന്നിട്ട് കുറച്ചു ദിവസം ആയല്ലോ. അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു 5-6 ദിവസം.
കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? എന്തോന്ന് ഉഷാറിയാ? രാവിലെ നേരം വെളുക്കുന്നു, അപ്പൊ നമ്മൾ എണീക്കുന്നു, കുറച്ചു കഴിയുമ്പോ രാത്രി ആവുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു പോക്കാന്നേ. ദിവസമൊക്കെ എന്ത് പെട്ടെന്നല്ലേ പോണേ. ഒരു ചേഞ്ച് ഇല്ലല്ലേ? ശരിയാണ്. ഞാനാണെങ്കിൽ എത്രയോ വേഗം ചെന്നൈത്തെ കോഴ്സ് നിർത്തിട്ട് നാട്ടിലോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുക. അവിടെ മടുത്ത്. ഇവിടെ വന്നിട്ട് ഓഫീസൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് ഇവിടെ കിടന്ന് വലസാൻ. ആ ഓഫീസ് ഇടുന്നതിനൊക്കെ മുമ്പേ എക്സ്പീരിയൻസ് എടുക്കാൻ നോക്ക്, എന്നിട്ട് മതി ഓഫീസൊക്കെ. എന്തായാലും ചെന്നൈ വേണ്ട, എക്സ്പീരിയൻസ് സെറ്റാക്കാം. ഇവിടെ മതിയപ്പം നാട്ടിൽ തന്നെ. ആന്നേ അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചങ്ങ് നീക്കാ. ചേച്ചി കിടക്കുന്നു, ഞാൻ വിളിക്കാം. ചേച്ചി വേണ്ട, വിളിക്കണ്ട. എന്ത് എന്ത് കാര്യം? എന്ത്? അതെ, പിറവത്തു മാങ്കോട്ടത്തെ കല്യാണമാ. അയ്യോ കല്യാണക്കാരില്ലേ? അപ്പൊ എന്തായാലും ചേച്ചി അറിയണം. ചേച്ചി ഇങ്ങോട്ട്. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു വരുമ്പോ നമ്മുടെ ബന്ധുക്കളാ, അപ്പൊ പോണം. അയ്യോ അടുത്ത കുടുംബക്കാരാണോ? എന്നാ എന്തായാലും ചേച്ചി അറിയണം. ചേച്ചി എന്തുവാ കിഴക്ക് സമയക്കൂലേ? എന്താ? അമ്മൂമ്മ കല്യാണക്കാര്യം പറയുന്നു. നീയല്ലേ പറഞ്ഞു നിനക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം മതിയെന്ന്. ഓ കെട്ടാൻ മുട്ടിക്കുക. ആ എനിക്കിപ്പോ തൽക്കാലം കെട്ടാൻ മുട്ടിക്കുക. ഇരി ഇവിടെ. അളയാ മാറിയിരിക്കളിയാ. മാറി. എന്താ ഈ പിള്ളേരോട് കാര്യമായിട്ടൊരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. സമ്മതിക്കാലോ, പറയാൻ മുമ്പ് കാര്യമായിട്ട് കാര്യം. ചേച്ചി ഏതോ മാന്തോട്ടത്തിലെ കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോണെങ്കിൽ പൊക്കോ, അതിന് എന്റെ പെർമിഷൻ എന്തിനാ? അതല്ല കൊച്ചേ, പറഞ്ഞു വരുമ്പോ നമ്മള് ബന്ധുക്കളാ. ഞാൻ മാത്രമായിട്ട് പോയാൽ എങ്ങനെയാ? ഒറ്റയ്ക്ക് പോകണ്ട, ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് പൊക്കോ. ആരെ? ഇവിടെ കൊറേ പേരുണ്ടല്ലോ, ആരെങ്കിലും വിളിച്ചോണ്ട് പോവാം. ഇവിടുന്ന് ആരെ വിളിച്ചോണ്ട് പോവാന്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാം. അതെന്തായാലും വേണം. തന്നെയല്ല, സിദ്ധുവിനെ എവിടെ ആരും കണ്ടിട്ടില്ലല്ലോ. എന്നെ തന്നെ കണ്ടിട്ടില്ല, പിന്നെയാണ് ഇവനെ. പിന്നെ പോന്നതൊക്കെ കൊള്ളാം. അവിടെ ചെല്ലുമ്പോഴേ സിദ്ധുവിനെ എടാ പോടാ വാടാ എന്നൊന്നും വിളിച്ചേക്കരുത്, ചേട്ടാന്ന് വിളിക്കണം. അയ്യേ, എന്തോന്ന് അയ്യേന്ന്? ഇവനെ ചേട്ടാന്ന് ആ ചേട്ടാന്ന് വിളിക്കണം. നിന്നെ ചേട്ടാന്ന് വിളിക്കണോ? ഇടയ്ക്കൊക്കെ റെസ്പെക്ട് ആവാം. എവിടെ പോകുന്നു? ആ ദേ ഇരിക്കുന്ന കല്യാണരാമൻ. കേശുവേ അമ്മൂമ്മനെയും കൂട്ടി എങ്ങോട്ടാന്ന് വെച്ചാ പോയിട്ടോ? പോയേക്കാം. ഇവനെയും കൊണ്ടോ? കൊച്ചു പിള്ളേരൊന്നും കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് മുതിർന്നവർ അറ്റൻഡ് ചെയ്യേണ്ട കല്യാണം. എന്നാ പിന്നെ കാര്യം ചളിയങ്ങ് ചെല്ലി. കല്യാണത്തിന് പോയാ പോരെ? ആ മതി. ആ ഒരു ലോറി വിളിച്ച് എല്ലാവർക്കും കൂടെ പോവാം. ലോറി വിളിച്ചോ? പിന്നെ ഇത്രയും പേരെ പോണ്ടേ? കുറ്റം പറയാൻ പറ്റില്ല, ലോറി തന്നെ വിളിക്കേണ്ടി വരും. പിന്നില്ലേ ഇനി എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല, പോയാ മതി, കല്യാണത്തിന് പോയാ മതി. കൊണ്ടുപോവാന്ന്. ചേടാ ഇത് കഷ്ടമല്ലോ. കല്യാണത്തിന് പോകാൻ വേണ്ടിയൊക്കെ തല്ലി. മാന്തോട്ടത്തിലെ കല്യാണം അല്ലേ? ഞാൻ എന്തായാലും മാങ്കോട്ടത്തെ എവിടെങ്കിലും ആവട്ടെ, കല്യാണം അല്ലേ? ഞാൻ ഉണ്ടെങ്കിൽ ഞാനും വരാം കേട്ടോ. എന്തായാലും ഇതേ കൂടുതൽ എന്ത് വേണം? ദേ ശിവ വരുന്നുണ്ട്, കേശു വരുന്നുണ്ട്. ഇനിയിപ്പോ കനകാന്റിനെ വിളിച്ചു കഴിഞ്ഞാൽ കനകാന്റിയും വരും. കനകം എന്തായാലും എന്റെ കൂടെ വരുമല്ലോ. എവിടെ പോകുന്ന കാര്യമാണോ സംസാരിക്കുന്നേ? കല്യാണത്തിന് പോകുന്ന കാര്യം. കല്യാണത്തിനാണോ പോന്നേ? എനിക്ക് പുതിയ ഡ്രസ് വേണം കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എങ്ങോട്ടെങ്കിലും കാണും. ആ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാട്ടോ. ആയിക്കോട്ടെ. ആ ശരി. അളിയാ ആ ഡ്രസ് എടുക്കടാ, നിനക്കുള്ള ഡ്രസ് അല്ലേ? എടുക്കാം. എല്ലാവർക്കും ഡ്രസ് എടുത്തു തരാം കേട്ടോ. അപ്പൊ ഓക്കെ ഓക്കെ. അല്ലെ അങ്ങനെ എടുക്കുവാണെങ്കിൽ എനിക്കൊരു ജുബ്ബുപ്പാ. അമ്മൂമ്മ എനിക്ക് ഡ്രസ്. മക്കളെ, അമ്മൂമ്മയ്ക്ക് അടുക്കളയില് ഒരുപാട് പണി കിടപ്പുണ്ട്. പണി ഒന്നും തീർന്നിട്ടില്ല. അമ്മൂമ്മ ഇപ്പൊ വരാവേ. അമ്മമ്മ ഞാനും വരാം. അമ്മമ്മ കുറെ പണി ചെയ്യാനുണ്ടാവും, എനിക്കറിയാം. ചേട്ടാ പാടി ഡ്രസ്. പൊടി 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 ഫുള്ള് പൊടി.